ഹലോ എവ്രി വൺ. നമ്മൾ പൈത്തൺ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു സീരീസ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ഇൻ്റർപ്രിറ്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. പൈത്തൺ നമ്മൾക്ക് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോർ വെബ് ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡേറ്റ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ ആൻഡ് മെനി അതർ ആപ്ലിക്കേഷൻസിൽ നമ്മൾ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഏരിയ പൈത്തൺ വാരിയബിൾസിനെ കുറിച്ചാണ്. ഇതൊരു ബേസിക് ടോപ്പിക്കാണ് പൈത്തൻ്റെ. പൈത്തൺ വാരിയബിൾ എന്താണെന്നുള്ളത്. പൈത്തൺ വാരിയബിൾസ് ആർ കണ്ടെയ്നേഴ്സ് ദറ്റ് ക്യാൻ ഹോൾഡ് ഡേറ്റ. അതായത് നമുക്ക് ഡേറ്റ ഉണ്ടായിരിക്കും പ്രോഗ്രാമിങ്ങിൽ അല്ലേ. അപ്പോൾ ഈ ഡേറ്റയെ ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ് എന്ത് വാരിയബിൾസ് എന്ന് പറയുന്നത്. വാരിയബിൾസ് ഈസ് എ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ മെമ്മറി. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഡേറ്റയാണ് അല്ലേ. അതേപോലെ നമുക്ക് നെയിം ഈക്വൽ ടു ജെയിംസ്. നമ്മൾ പൈ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് 3.14, അതൊരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്, ഡെസിമൽ പോയിൻ്റ് വാല്യൂ ആണ് അല്ലേ. പിന്നെ ഈസ് ആക്റ്റീവ് ഈസ് ഈക്വൽ ടു ട്രൂ, അതൊരു ബൂളിയൻ വാല്യൂ ആണ്. ഇങ്ങനെയാണ് നമ്മൾ വാരിയബിളിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എക്സ്, നെയിം, പൈ, ഈസ് ആക്റ്റീവ് എന്ന് പറയുന്നത് വാരിയബിൾ നെയിം, മറ്റേത് വാല്യൂ ആണ്. വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ വാല്യൂ ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇനി നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പം നമ്മളുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് നമ്മൾ റൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോക്കാം, റെൻറ്റ് ഇസ് ഈക്വൽ ടു 1500. റെൻറ്റ് ഒരു വാരിയബിൾ നെയിമാണ്, ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു വാരിയബിൾ നെയിം. ഗ്യാസ് ഈസ് ഈക്വൽ ടു 500 ആൻഡ് ഗ്രോസറീസ് ഈസ് ഈക്വൽ ടു 300. ഇങ്ങനെ നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിൻ്റ് ഓഫ് റെൻറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ പ്രിൻ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ട് വരും. അതുപോലെ തന്നെ പ്രിൻ്റ് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റിന് അകത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എറർ വരും. അപ്പോൾ നമ്മളങ്ങനെ പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വരും. ഇനി നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യണം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3 ടോട്ടലാണ്. റെൻറ്റ് പ്ലസ് ഗ്യാസ് പ്ലസ് ഗ്രോസറീസ്. അപ്പോൾ നമുക്ക് റെൻറ്റിൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ഗ്യാസിൽ വാല്യൂ ഉണ്ട്, ഗ്രോസറീസിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ ടോട്ടലിലേക്ക് ഈ സമ്മ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രിൻ്റ് ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ സം ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ റെൻറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ വേറൊരു വാല്യൂ കൊടുക്കണം റെൻറ്റിലേക്ക്. അപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വാല്യൂ ആണ് ആ മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു റെൻറ്റ് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക. പിന്നീട് നമ്മൾ പ്രിൻ്റ് റെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ എന്ത് വാല്യൂ ആണോ ആ വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വരിക. ഇനി നമ്മൾ ഐറ്റം 1 ഇങ്ങനെയും നമുക്ക്, അതായത് ഇപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്തിരുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതായിരുന്നു. ഇനി നമ്മൾ സ്ട്രിങ് എങ്ങനെയാണ് വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? ഐറ്റം 1 എന്ന് പറയുന്നത് സ്ട്രിങ്, റെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് വാല്യൂ ആണ്. അത് നമ്മൾ ഡബിൾ കോട്ട്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഐറ്റം 1 ഇസ് ഈക്വൽ ടു റെൻറ്റ്, ഐറ്റം 2 ഇസ് ഈക്വൽ ടു ഗ്യാസ്, ഐറ്റം 3 ഇസ് ഈക്വൽ ടു ഗ്രോസറീസ്. അതായത് നമ്മുടെ എക്സ്പെൻസ് ഐറ്റംസ് ആണ് നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം. ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെൻറ്റ്, ഗ്യാസ്, ഗ്രോസറീസ് എന്ന് പറഞ്ഞിട്ട് വന്നു അല്ലേ റിസൾട്ട്. വാരിയബിൾസ് നെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. അതായത് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മളൊരു വാരിയബിൾ നെയിം കൊടുക്കുന്ന സമയത്ത് നമ്പർ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല, സ്പെഷ്യൽ ലെറ്റേഴ്സ് ഒന്നും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. പിന്നെ വാരിയബിൾ നെയിമിൽ സ്പേസസ് ഇൻക്ലൂഡഡ് ആവാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അണ്ടർസ്കോർ അല്ലാത്ത വേറൊരു സ്പെഷ്യൽ ക്യാരക്ടറും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ്. പിന്നെ നമുക്ക് കീവേഡ്സുകളൊന്നും വാരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് കീവേഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സ്പെസിഫിക് മീനിങ് ഇൻ പൈത്തൺ. സോ വി കാൺട്ട് യൂസ് ഇറ്റ് ആസ് എ വാരിയബിൾ നെയിം.
സോ ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഡെഫ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. സോ ഡെഫ് എന്ന് പറയുന്നത് നമുക്ക് വാരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഇറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ഒരു സിൻടാക്സ് ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സിൻടാക്സ് എററാണ് വരുന്നത്. അതേപോലെ തന്നെ ട്രൂ എന്ന് പറയുന്നൊരു ബൂളിയൻ വാല്യൂ ആണ്. സോ നമ്മളത് ഒരു ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പെസിഫിക് മീനിങ് ആയിട്ടുള്ളൊരു ഒരു കീവേഡാണ് പൈത്തണിൽ. സോ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്താണ് സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് വാരിയബിൾ നെയിം കൊടുക്കുന്നതിൻ്റെ വാരിയബിൾ നെയിമിനകത്ത് നമുക്ക് സ്പേസ് ഇടാൻ പറ്റില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഗുഡ് പ്ലസ് മോർണിംഗ് ഇസ് ഈക്വൽ ടു ഹായ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് അതിലേക്ക് സ്ട്രിങ് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു വാരിയബിൾ നെയിമിൽ നമ്മൾ പ്ലസ് എന്ന് പറയുന്നൊരു സിമ്പൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്ക് എന്താണ് സിൻടാക്സ് എററാണ് പറയുന്നത്. എന്താണ് കനോട്ട് അസൈൻ ടു എക്സ്പ്രഷൻ, അതായത് നമ്മുടെ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ നമുക്കതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. വാരിയബിൾസ് ഇൻ പൈത്തൺ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.